ഇപ്പൊ എന്താ എടുക്കുന്നത്? അങ്ങനെയല്ല, പ്രീ പ്ലാൻഡ് ആയിരുന്നു ഫുള്ളി ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട്. ഈ കഥ ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് കുറച്ചാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂണിവേഴ്സിലോട്ട് വന്ന് ചേരുന്നതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. ഈ രണ്ട് ഡയറക്ടേഴ്സിന്റെ നടക്കിരിക്കുമ്പം എന്താ തോന്നുന്നു? ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് മാത്രം എനിക്ക് വിഷമമുള്ളൂ. ഒരു രസമാണ്. ഇവർ രണ്ടുപേരും വേറെ വേറെ ലെവലാ. ആസ് ഇൻ ലൈക്ക് ഒരാൾ വളരെ ലോ അല്ല, ഓരോ നമ്മൾ ചിന്തിക്കാത്ത ഒരു ഇൻപുട്ട് ആരെയും വിചാരിച്ചിട്ടുണ്ട് ദാറ്റ്സ് ഫോർ ദ പ്രൊജക്ട്. അപ്പം അവിടെ നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഉറപ്പായിട്ട് പോകും. ദിസ് ഇസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പ്രൊജക്ട് എന്ന് വിചാരിച്ചാൽ ഓൾവേസ് യു ഗെറ്റ് ബെറ്റർ പ്രൊജക്ട് ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ജോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി എന്ന് പറയാം. സീൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇതുപോലെ തന്നെയാ ആക്ച്വലി. ഈ സ്പീഡും ഈ മറ്റേ ട്രെയിൻ പോകുന്ന സ്പീഡും ഇതിലൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഓക്കെ ആൾക്ക് വേണ്ടതെല്ലാം ഒരു മിനിറ്റിൽ എല്ലാം പറഞ്ഞ് തീർത്തിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്തോട്ടോ ഫൈൻ വേർഡ് പോകും. ഇപ്പൊ എന്താ എടുക്കുന്നത്? അങ്ങനെയല്ല, എവിടെന്നെങ്കിലും കിട്ടിയാ പോരെ. എന്റെ എക്സ്പീരിയൻസ് നജോസ് എന്താ പറയാ, ഇപ്പൊ ഒരു ഡയറക്ടർ ഭയങ്കര ഹൈപ്പർ ആയിട്ട് നമ്മുടെ അടുത്ത് സാധനം അഭിനയിച്ച് കാണിച്ചാൽ അത് തന്നെ നമുക്ക് സ്ക്രീനിൽ പിടിക്കാൻ പറ്റില്ല. കാരണം ആ സീൻ ആവശ്യപ്പെടുന്ന വേറൊരു പരിപാടിയായിരിക്കും. അപ്പൊ നമ്മൾ അതൊന്ന് ടോൺ ഡൗൺ ചെയ്ത് എന്താണോ ആ സീനിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിലുള്ള എല്ലാ ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പറയുന്നതിന്റെ ഒരു മീറ്റർ ഒക്കെ ഭയങ്കര നജോസ് മീറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ആളൊരു സിനിമ ചെയ്താലും അത് തന്നെയായിരിക്കും അതിന്റെ മീറ്റർ എന്ന് തോന്നുന്നു. കാരണം പുള്ളി അതാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരാളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമാകും. അവന് ജോർജ് കോരയുടെ ഡയറക്ഷൻ സൈഡിലോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ അടുത്ത മൂവിയൊക്കെ അപ്പൊ എങ്ങനെ യൂണിവേഴ്സ് തന്നെയാണോ? എന്തോ മിന്നൽ മുരളി വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് പറഞ്ഞൊരു യൂണിവേഴ്സ് ആണ് അത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിലെ ഫസ്റ്റ് ഫിലിമായിരുന്നു മിന്നൽ മുരളി. രണ്ടാമത്തെ ഫിലിം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറഞ്ഞ് ധ്യാൻ അഭിനയിച്ച പരിപാടി. മൂന്നാമത്തെ ഫിലിം നമ്മളാണ്, ജാമ്പിയാണ്. ഷൂട്ടിംഗ് എപ്പോഴത്തേക്കാ തുടങ്ങുന്നത്? ഒന്നും അങ്ങനെ ഡേറ്റ് ഒന്നും പറയാറായിട്ടില്ല. എല്ലാം പ്രൊഡക്ഷൻ പറയുന്നത് കാസ്റ്റിംഗ് ഒക്കെ ആയി വരുന്നത്. ഓ വളരെ പെട്ടെന്ന് തന്നെ ഒഫീഷ്യലി നമ്മൾ അനൗൺസ്മെന്റ്. എവിടെ തട്ടുന്നു? ശീതലും റോളുണ്ടോ? പിന്നെ നമ്മളെന്തെങ്കിലും സോബി പടം ചെയ്യുമ്പോൾ എങ്ങനെ ആലോചിക്കാതിരിക്കാൻ പറ്റും? അതെ, മേക്കപ്പ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. റിയലിസ്റ്റിക് അതിന്റെ ഭാഗമായിട്ട് അല്ല, ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നു ഫുള്ളി ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട്. ഈ കഥ ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് കുറച്ചാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂണിവേഴ്സിലോട്ട് വന്ന് ചേരുന്നതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. റൈറ്റേഴ്സും 3 ആൾക്കാരാണല്ലോ. അതെ, എനിക്ക് 2 co-writers. അപ്പൊ അത് നിങ്ങളുടെ കണക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അവരെന്റെ കൂടെ എന്റെ പ്രീവിയസ് 2 പടത്തിലും വർക്ക് ചെയ്ത ഡയറക്ഷൻ ടീമിലുള്ളവരാണ്. ഒരാള് ഹരി, ഒരാള് നന്ദു. വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാൾ. നമ്മൾ ആക്ച്വലി ഇത് കുറച്ച് വലിയ പരിപാടിയാണ്. അപ്പം അത് കുറച്ച് ഐതിഹ്യവും ഒരു നാട്ടിൻപുറവും അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ്. അപ്പം എന്നെ കൊണ്ട് മാത്രം പൊക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് നോക്കിയതാണ്. ഒരു ഫാന്റസി ജോണർ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ഒരു ഫാന്റസി ഫിലിം തന്നെയാണ്. അടുത്ത വർഷം 2026 അതെ, റിലീസ് 2026 ആണ്. ഈ വർഷം നമ്മൾ തന്നെ ബാക്കി പരിപാടികൾ ചെയ്യണം. അതിനെപ്പറ്റി ഒരുപാട് പറയില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെയല്ല, അതിങ്ങനെ കുറച്ചൊരു വലിയ പരിപാടിയും ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് ഒഫീഷ്യലി വരുമ്പോഴല്ലേ അത് അറിയാൻ എൻ്റെ രസം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു മോഷൻ പോസ്റ്ററാണ് ഇതുവരെ ഇറക്കിയത്. അപ്പം അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇത് വരുമ്പം അതിൻ്റെ ഒരു രസമുണ്ട്. അല്ല നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു. പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പടത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ബാക്കി ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അഞ്ജു ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ ജോർജ് കോരയുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന 2 പേരുണ്ട്. ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നതൊക്കെ. ആ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അഞ്ജു ചേച്ചിയായിട്ട് ആക്ച്വലി 1-2 വർക്ക് ചെയ്തിട്ടുണ്ട്. തേർഡ് എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്കൊരു ചെറിയ ആക്ച്വലി ക്യാമിയോ റോൾ ആണ്. കാരണം ഭാഗ്യ ത്രൂ ഔട്ടുണ്ട്. അപ്പൊ ഭാഗ്യക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ഒരു കസിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതേ ക്യൂട്ട്നെസ് ഷെയർ ചെയ്യുന്ന ഒരാൾ വേണമെന്ന് വെച്ചാണ് അഞ്ജു ചേച്ചിയുടെ ഈ ഇതിലൊക്കെ കുറച്ച് ചിരിയും അങ്ങനത്തെ കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ അത് ഓഫ് സ്ക്രീൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് ചേച്ചി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ചേച്ചി, അതുപോലെ ഒന്ന് റിയൽ ആയിട്ടൊക്കെ നിന്നാൽ മതി, അതിൽ വർക്ക് ആവുന്ന കുറച്ച്. അപ്പം ചേച്ചിക്ക് ഞാൻ കോൺഫിഡന്റ് ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ചേച്ചി വന്ന് ചെയ്തത്.
പിന്നെ ബാക്കി 2 ക്യാരക്ടർ സ്റ്റാനിയാണ് സ്റ്റീവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും കോരയുടെ കൂടെ ത്രൂ ഔട്ട് ഉള്ളത്. സ്റ്റാനിയാണ് സ്റ്റീവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും കോരയുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. എഡിറ്റർ അറിയാം. പിന്നെ ധനിലാണ് നമ്മുടെ 3rd person തൊമ്മി എന്ന് പറഞ്ഞ ഒരു മെച്യൂർ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്കാണെങ്കിലും നമുക്ക് ഓൾറെഡി പ്രീവിയസ് അറിയാവുന്ന എല്ലാവരും ആക്ടിങ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇവരും ചെറിയ ചെറിയ റോൾസ് സിനിമയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് കൊണ്ടല്ലുണ്ടായിരുന്നു. കൊണ്ടല് ധനിലും സ്റ്റാനി റോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് അറിയാവുന്ന ഒരു എൻറ്റയർ ടീം തന്നെയാണ് ഇതിലോട്ടും നമ്മളെ ഇഷ്ടപ്പെട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഫ്രെയിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും ഇൻഡോർ എല്ലാം കളർ പാലറ്റ് നോക്കിയാണല്ലോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതെല്ലാം പ്രീപ്ലാൻഡ് ആയിരുന്നു. ആൻഡ് ഈ ഒരു കളർഫുൾ ഫ്രെയിംസിന്റെ ബാക്കില് ഇതിലിപ്പം ബംബിൾ തീമിലുള്ള സാധനമുണ്ട്. എനിക്ക് ഇതില് യെല്ലോ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ ആണെന്നുണ്ടാവും. പിന്നെ അതിന് കോംപ്ലിമെന്ററി ആയിട്ടൊരു യെല്ലോ ടീലാണ് നമ്മൾ ത്രൂ ഔട്ട് ഒരു കോമ്പിനേഷൻ പിടിച്ചിട്ടുള്ളത്. നോർമലി ഒരു ലവ് സ്റ്റോറി ഒരു റെഡ് അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാറ്റിയിട്ട് ഇത് പിടിക്കാവുന്നത്. പിന്നെ ഇതിനുവേണ്ടി നമ്മൾ റൂമൊക്കെ ഫുൾ പെയിന്റ് അടിച്ച് ഹൗസ് ഓണർ ഓൾമോസ്റ്റ് പുറത്താക്കി അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ BTS നടക്കുന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിൽ ഞാൻ താമസിക്കുന്ന മുറി കാണിക്കുന്നത് ഇവന്റെ സ്വന്തം മുറിയാണ്. ഇവര് ഷൂട്ട് 2 ദിവസം മുമ്പ് AD-മാരും ഡയറക്ടറൊക്കെ ഇരുന്നിട്ട് പെയിന്റിംഗ് ആണ് വീട് മൊത്തം. പിന്നെ അപ്പൊ ഇതൊക്കെ ഹൗസ് ഓണർ ഇന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് ഹൗസ് ഓണർ അറിഞ്ഞത്. അതെ, അതിന് നമ്മളൊരു ദിവസം ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പം രാത്രി ഇത് ആകെ 3 ദിവസം നമുക്ക് ഷൂട്ട് ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും രാത്രി 3 മണി വരെയൊക്കെ പോകും. രാവിലെ നമ്മൾ എണീറ്റ് വരുന്ന അങ്ങനത്തെ പരിപാടിയാണ്. അപ്പൊ ഒരു ദിവസം രാത്രി കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഷോട്ടിങ്ങിന് എടുക്കാറായി. അപ്പൊ നജോസ് ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ്. എന്തോ ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാനിങ്ങനെ എന്റെ അഭിനയം ശരിയാവുന്നില്ലേ, 3 മണി ആയില്ല, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പൊട്ടിക്കരയാണ് ഡയറക്ടർ. അതിന് ഞാൻ തകർന്നു പോയി. അതിന് ഞാൻ തകർന്നു. ദൈവമേ, ഞാൻ എന്തോ 2 മിനിറ്റ് മുമ്പ് താഴെ പോയി ഹൗസ് ഓണറിനെ ഞാൻ തെറി കേട്ടിട്ട് മുകളിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് പോയിക്കൂടാ മോനെന്ന് ചോദിച്ചിട്ട് ഹൗസ് ഓണർ വിളിച്ചിട്ട് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ ചെറിയൊരു വീഡിയോ എടുക്കുമെന്നും പറഞ്ഞല്ലേ വന്നത്. നീ ഹൗസ് ഓണർ ഷൗട്ട് ഔട്ട് ഉണ്ട്. എന്തോ അത് നന്ദി. ലിങ്ക് പോലും വെച്ചിട്ടില്ല. ജോലി പോയി, വീട് പോയി, പോയി, ഒക്കെ പോയി. അതായത് ലാസ്റ്റ് ഷോട്ട് ഇങ്ങനെ 3 മണിയായി. അപ്പൊ എന്റെ അടുത്ത് അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ഉറങ്ങുന്നു. അതാണ് അവസാനം എടുക്കുന്ന ഒരു ഷോട്ട്. അപ്പൊ ഈ ഷോട്ട് കഴിഞ്ഞു, കട്ട് വിളിച്ചു. അടുത്ത് ഞാൻ കാണുന്ന ഒരു AD വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ എണീക്കോ? അല്ല, നിങ്ങൾ പോയിട്ടാണ് എനിക്ക് ഉറങ്ങാൻ. അവന്റെ ബെഡാണ് അതൊക്കെ. ഷൂട്ട് ചെയ്തെടുത്ത് ഞങ്ങൾ ഉറങ്ങുന്നു, അടുത്ത ദിവസം വീഡിയോ ഇരിക്കുന്നു. ഞാൻ കയറുമ്പോൾ ഡയറക്ടർ പല്ല് വെച്ചോണ്ടിരിക്കുക. ഒന്നിരിക്കേ, ഒരു സെക്കൻഡ് നമുക്ക് ഷോട്ട് വെക്കാതെ. ഇതിന് മെയിൻ കളർ പാലറ്റ് ഞാനും ഇതിന്റെ കളറിസ്റ്റ് എബിൻ ഫിലിപ്പ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി തീരുമാനിച്ചു ഇങ്ങനത്തെ കളേഴ്സ് വേണം. അപ്പം എന്നാലും നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടോണിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ കളേഴ്സ് ഉറപ്പായിട്ട് നമുക്ക് ആ ഫ്രെയിമിൽ കൊണ്ടുവരണം. ഇപ്പൊ എവിടെ മഞ്ഞയും ടീലും കണ്ടിരുന്നു ഞാൻ ഒരു 2 ആഴ്ചക്ക് എല്ലാം പെറുക്കുമായിരുന്നു. ഒരു റെയിൻ കോട്ട് ഉണ്ടെങ്കിൽ ആ മഞ്ഞെടുത്ത് അവിടെ തൂക്കിയിടും. ആമസോണിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ ആ ഒരു യെല്ലോ ടീലാണ് ത്രൂ ഔട്ട് പിടിച്ച് ഒരു യൂണിഫോമിറ്റി വരും അപ്പൊ എല്ലാത്തിനും. അങ്ങനെ ആഗ്രഹിച്ചാണ് നമ്മുടെ ഒരു കളർ. നമ്മളപ്പോ ഇതിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ വനിതയിൽ ഇവനിങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു. പക്ഷെ അപ്പൊ ആ ചെയ്ത വർക്കിന്റെ എഫർട്ട് നമ്മൾ കാണുന്ന ഒരു ബിഗ് സ്ക്രീനിലൊക്കെ വരുമ്പോൾ രസമുണ്ട്. സിനിമ ആഗ്രഹിച്ചു വന്നവരുണ്ട് എല്ലാവർക്കും ഗ്രാൻഡ് പ്രിവ്യൂ. അപ്പൊ തിയേറ്ററിലാണേലും നേരത്തെ സന്തോഷ് പണ്ഡിത്തിന്റെ റെഫറൻസ് പറഞ്ഞല്ലോ, ഇത് ചെയ്തപ്പോഴും എന്റെ മെയിൻ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ക്രൂ വെച്ച് ഇഫ് യു ഗെറ്റ് സം ഓഫ് മണി ദാറ്റ് ഇസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പ്രൊജക്ട്, അത് നമുക്ക് തിയേറ്ററിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് എന്നെ തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ചെറിയ സാധനം കൂടി ആയിരുന്നു ഇത്. സോ ആ ഒരു പ്രോസസ്സ് തീർന്നപ്പം നമുക്ക് തന്നെ കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഇനി ഒരു ബിഗർ തിങ് വി ക്യാൻ ഡു ഇറ്റ് ബൈ അവർ സെൽഫ്. ഒബ്വിയസ്ലി പ്രൊഡക്ഷനിൽ ഹെൽപ്പ് വേണം, ബട്ട് നമ്മൾ വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉറപ്പായിട്ടും ബംബ്ലിങ്ങിലൂടെ എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വിജയം. ഇതെന്തായാലും ബംബ്ലിങ് ഇപ്പൊ റിലീസായി. ഇനി കാണാത്തവരോട് എന്താ പറയാനുള്ളത്? കാണണം. സിമ്പിൾ സിമ്പിൾ. എന്താ ഇതുവരെ കാണാത്ത? ഉറപ്പായിട്ടും ഇപ്പം ബംബ്ലിങ് ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയുന്ന സാധനമാണ്. അതിന് കുറെ സിനിമാറ്റിക് എലിമെന്റ്സ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ പേർക്ക് അത് വർക്ക് ആയെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഒരു ബംബിൾ ഡേറ്റിംഗ് ആപ്പിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിമാണ്. കുറെ പേരുണ്ട് ഈ ഡേറ്റിംഗ് ആപ്സ് യൂസ്. അപ്പം അവർക്ക് എന്തായാലും 100% റിലേറ്റബിൾ ആണ്. ഇനി അത് അറിയാത്തത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും കണ്ടാൽ ഇത് കണ്ടിട്ട് ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഒക്കെ നമ്മൾ കേൾക്കുന്ന സന്തോഷം. ഒരുപാട് പേര് വിജയം എന്താ ഒരുപാട് പേര് വഴിതെറ്റി പോട്ടെ ഇത് കണ്ട്. അപ്പൊ ഇതൊരു 30 മിനിറ്റ്സ് ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു വാച്ച് ബംബ്ലിങ് റിലീസ്ഡ് ഓൺ ബ്ലോക്ക്ബസ്റ്റർ ഫിലിംസ് ചാനൽ ഓൺ യൂട്യൂബ്. ജോർജ് കോരയുടെ അടുത്ത് ആരെങ്കിലും നിവിൻ പോളി മാനറിസം ഉള്ളതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടോ? മലയാള സിനിമയിൽ വന്ന കാലം മുതല് നിവിൻ പോളിയായിട്ടുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ. ഇവിടുന്ന് ചോദിക്കാൻ പറഞ്ഞതാണ്. ആക്ച്വലി എന്റെ ഈ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്റെ ഫാമിലിന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞത് നിവിൻ പോളിന്റെ കട്ടില് അല്ലാതെ നീ നിവിൻ പോളിയോട് അഭിനയിക്കാൻ ചാൻസ് സൈഡിൽ കൂടെ. എന്റെ ആദ്യത്തെ ഫിലിം ഞണ്ടുകളാണല്ലോ. അപ്പൊ നിവിൻ ചേട്ടനാണ് അതിന്റെ പ്രൊഡ്യൂസറും. ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം നിവിൻ ചേട്ടൻ താമസിക്കുന്ന അതേ ബിൽഡിംഗിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് തന്നാണ് നമ്മളും താമസിക്കുന്നത്. അപ്പൊ ആ ഫ്ലാറ്റിലുള്ള എല്ലാവരുടെയും വിചാരം നിവിന്റെ അനിയൻ അപ്പുറത്തെ ഫ്ലാറ്റ് താമസം അങ്ങനെയൊക്കെ ആയിരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മളെന്താ ചെയ്യാ? അങ്ങനെയായി അല്ല ഫ്രണ്ട്സ് കൊറേ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്നൊക്കെ. അങ്ങനെ ആയിരിക്കും. ഇല്ല, പക്ഷെ എന്താണ് ഇപ്പൊ ഒരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ ചോദിച്ചാൽ നമുക്കറിയില്ല. സമയർ ഒരു സെയിം ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഇന്നസെൻസും ചാമൊക്കെയാണ്. ചേട്ടന്റെ ചാമൊന്നുമില്ല, കൊറേ കണ്ണാണ് എനിക്ക്. ആയിക്കോട്ടെ, ഇതൊക്കെ കട്ട് ചെയ്യണേ. ഈ 2 ഡയറക്ടേഴ്സിന്റെ നടുക്കിരിക്കുമ്പം എന്താ തോന്നുന്നു? ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഒരു രസമാണ് ഇവർ രണ്ടുപേരും വേറെ വേറെ ലെവലാ. ആസ് ഇൻ ലൈക്ക് അതായത് ഒരാൾ വളരെ ലോ ലെവലിൽ അല്ല, ഐ മീൻ ഓൾമോസ്റ്റ് രണ്ടുപേരുടെയും സംസാര രീതികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ. അപ്പം കേൾക്കാൻ രസാ. ചിലർ അത് പറഞ്ഞുകൊണ്ട് ബോറടിച്ചു തുടങ്ങും. പക്ഷെ ഈ രണ്ടുപേരും അങ്ങനെയല്ല, ലൈക്ക് ഇൻട്രസ്റ്റിംഗ് രണ്ടുപേരുടെ ക്യാരക്ടർ. കൺഗ്രാറ്റുലേഷൻസ്, അടുത്ത പടത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. നീ വിളിക്കുന്നില്ല? അല്ല, കോരയുടെ പടത്തിലേക്ക് അമ്മ വിളിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ അടുത്തൊരു അസോസിയേഷൻ ഉണ്ടാവും ഈ പറഞ്ഞ ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫി. ഉറപ്പായിട്ടും. ഞാൻ നമ്മൾ ആക്ച്വലി ആഗ്രഹിച്ചത് അതാണ്, ഒരു സിനിമ ഒരുമിച്ച് ചെയ്യണമെന്നുള്ളതാണ്. ആ ഷോർട്ട് ഫിലിം ഇടയിലുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ഇതിന്റെ മെയിൻ പർപ്പസ്. കാരണം നമുക്കൊരു റാപ്പോ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങള് പ്രിവ്യൂ സ്ക്രീനിങ് വെച്ചപ്പോൾ അത് കുറെ സിനിമ എന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വാലിഡേഷൻ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ ജോസ് ഇസ് റെഡി ഫോർ എ ഫിലിം. അപ്പം ഓരോ 2 ദിവസം ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് മച്ചാ നമുക്കിന്ന് കണ്ടാലോ, ഒരു ഐഡിയ പറയാനുണ്ട്. അടുത്തത് മച്ചാ ഒരു കാര്യം. അപ്പം ജസ്റ്റ് എന്താ പറയാ, ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തോണ്ട് അടുത്ത സംതിങ് ബിഗ് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ബംബ്ലിംഗ് 2 ഉടനെ ഉണ്ടാവും. ഇതിപ്പോ ഒരു കോമൺ ക്വസ്റ്റൻ ആയി പോലെ. ഇല്ല, ആക്ച്വലി പാർട്ട് വൈസ് അല്ല, പക്ഷെ ഇതൊരു ഫ്രാഞ്ചൈസ്. ഞാൻ പോട്ടെ, കഴിഞ്ഞോ? ഇതൊരു ട്രിലജി. അതെ. ഇല്ല, എനിക്കിത് ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്നത് ഞാൻ ചാപ്റ്റേഴ്സ് ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും പ്രൊഡ്യൂസർ ഒന്നും ഇറങ്ങത്തുള്ളൂ, കാരണം ഇതിന്റെ കടകളൊക്കെ എന്തായാലും വീട്ടണം. അപ്പം ചാപ്റ്റേഴ്സ് വെച്ചാൽ ബംബിൾ ട്രെൻഡിങ് വന്നായല്ലോ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റേ സങ്കടം പറിച്ചത് ലൈവ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഇത് പല ചാപ്റ്റേഴ്സ് ആയിട്ട് എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. കാരണം ബംബിൾ ഡേറ്റിംഗ് ആപ്പ് ഹ്യൂജ് യൂണിവേഴ്സ്. ഡെഫിനറ്റ്ലി അതൊരു യൂണിവേഴ്സ് തന്നെയാണ്. കാരണം അവിടെ നടക്കുന്നവർക്ക് പുറം ലോകം ബന്ധമില്ല. ഗാലക്സി എന്ന് പറയാം. അടുത്ത അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരിക്കലും പ്രഹ്ലാദിനും ഭാഗ്യ ആയിരിക്കില്ല ക്യാരക്ടർ, ബട്ട് കാസ്റ്റ് കുഡ് ബി ദ സെയിം, ബട്ട് ദേ വിൽ ബി ഡൂയിങ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അതായത് ഈ പ്രഹ്ലാദിന്റെ ഭാഗ്യയുടെ സ്റ്റോറി കഴിഞ്ഞു, അടുത്തൊരു പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുടെ ആയിരിക്കാം, പക്ഷെ ഇവര് തന്നെ ആയിരിക്കും അഭിനയിക്കുന്നത്. എന്ത് തേങ്ങയാണ് ഒന്നും വ്യക്തമായില്ല. അതായത് നമ്മളിങ്ങനെ ഇപ്പൊ പ്രഹ്ലാദനും ഭാഗ്യനും കഥ അത് കഴിഞ്ഞു. അടുത്ത ഒരെണ്ണം ബംബിൾ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന വേറെ ഒരു കപ്പിൾ ആയിരിക്കാം, 2 പേരുടെ കഥയായിരിക്കാം, വേറെ ലവ് സ്റ്റോറീസ് ആയിരിക്കാം, വേറെ ജോണർ ലവ് സ്റ്റോറീസ് ആയിരിക്കാം. അത് വേറെ ഒരു ചാപ്റ്റർ. ഇത് കഴിഞ്ഞു. പക്ഷെ അതിലൊരു പപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നു. ഒരു പക്ഷെ ശേഖർ എന്നൊരു ക്യാരക്ടർ വന്നു. അതൊരു പക്ഷെ കോരയായിരിക്കും ചെയ്തത്. അതൊരു സീരിയസ് ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെ ചാപ്റ്റേഴ്സ് എനിക്ക് കൊണ്ടുവരുന്നുണ്ട്. വിടാൻ ഉദ്ദേശമില്ല. സാഹചര്യം പോലെ ആൾക്കാർക്ക് മാറിയിരിക്കും അല്ലേ? മാറ്റി ചിന്തിക്കാൻ ഉദ്ദേശമില്ല. അല്ല, ആ ക്യാരക്ടർ എങ്ങനെ മാറ്റി ചിന്തിക്കും? സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന ആക്ടർ എന്ത് തരും. അപ്പൊ അതിനൊന്നും അങ്ങനെ സ്റ്റോറി സ്ക്രീൻ പ്ലേയിലോട്ട് എഴുതിയിട്ടില്ല. കുറച്ച് ഐഡിയാസ് എഴുതി വെച്ചിട്ടുണ്ടോ, അതിനോർപ്പായിട്ടും ചേരുന്ന വേറെ ഏജ് ഗ്രൂപ്പ് ഒക്കെ ആയിരിക്കാം. ഓൾഡ് ഏജ് ആൾക്കാരുടെ ആയിരിക്കാം. അതന്നെ, അവിടെ ഇഷ്ടംപോലെ സ്കോപ്പ് ഉണ്ട്. ഒരു പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഡേറ്റിംഗ് സ്റ്റോറീസ് വരുമായിരിക്കും. പ്രണയമാണ് മെയിൻ. അവിടെ നിർബന്ധമില്ല. നമ്മള് പ്രണയം മാത്രം നടക്കുന്നവരെ
പ്രണയം എന്ന് തോന്നുന്ന രീതിയിൽ വേറെ എന്തൊക്കെ സംഭവിക്കും? എന്തൊക്കെയാണ് പറയണേ? പറ്റിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ചാപ്റ്റർ 2 വരുമ്പോ വന്നാ അറിയിക്കാം. അപ്പൊ വന്നാ മതി. കഥ മൊത്തം കുറെയൊക്കെ discuss ചെയ്തിട്ടുണ്ട്. അതെ അതെ ഒറിജിനൽ പറഞ്ഞാൽ ചിലപ്പോൾ ചാപ്റ്റർ 2 വേറെ ആരെങ്കിലും ഇറക്കും. എന്നിട്ട് ശരിക്കും ആക്ച്വൽ ബഡ്ജറ്റ് എത്രയെന്ന് കൂടെ പറയാൻ പറ്റും. ഇനി അത് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറയുന്നത് എനിക്ക് അല്ല നാണോ ഇൻകം ടാക്സ് ഒക്കെ ഇല്ല അല്ല കടം മേടിച്ചവർ എന്തെങ്കിലും ഉണ്ടല്ലോ അവര് എടാ നീ ഇത് കൂടുതൽ മേടിച്ചെന്ന് ചോദിക്കല്ലോ. നമുക്ക് ആക്ച്വലി ഇത് അറൌണ്ട് അല്ല, അങ്ങനെയാണെങ്കിൽ നീ ഇത് ഇനി ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് കൊടുക്കണം. 5 lakh എന്ന് ഓൾറെഡി പറഞ്ഞു. അല്ല ഞാൻ അത് പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഇല്ല പറയാം. നമ്പേഴ്സ് ഉറപ്പായിട്ടാണ്. ഞാൻ ഈ ചോദ്യം ആക്ച്വലി നമുക്ക് അറിയാത്ത ഒരാളോട് ചോദിക്കണം ആഗ്രഹമുണ്ട്. ഒരു സാധനം ചെയ്യുമ്പോൾ എത്ര ബഡ്ജറ്റ് ആവുമെന്ന്. പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് ഡയറക്ട്ലി കോൺടാക്ട് കിട്ടിയെന്നില്ല. ഇതിലിപ്പം ഇൻക്ലൂഡിങ് എവറിത്തിങ് ഇപ്പം വിനീതേട്ടന്റെ മാനേജറിനെ വിളിച്ച വിനീതേട്ടനെ ചാർജ് ചെയ്യുന്ന എവരിവൺ ക്യാൻ നോ ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദ നമ്പർ. സോ ഇൻക്ലൂഡിങ് ദോസ് നമ്പേഴ്സ് ഉറപ്പായിട്ട് നമുക്കൊരു ക്ലോസ് ടു ഒരു 5 lakh ആണ് ആയിട്ടുള്ളത്. ഒരു 4 വരെ ഞാൻ എണ്ണി. പിന്നെ നമ്മള് ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ആവുന്നു. ഒരു 5 lakh ആണ് ഞാൻ എന്നെ മനസ്സിലാക്കി. ശീതളിന്റെ ശമ്പളം മാറ്റി വെക്കാൻ ഒരു 2 ഇതിന്റെ മാറ്റി വെച്ച് ഒരു 2.5 തന്നെ തീർന്നതിന്റെ സംഭവം. സത്യം. പക്ഷെ ഇതില് expensive ആയിരുന്നു. ഇല്ല ഉറപ്പായിട്ടും ജോർജ് കമ്പനി ആർട്ടിസ്റ്റാ. ഫുഡ് വരെ വീട്ടിൽ കൊണ്ടിരുന്ന് ഞാൻ ശമ്പളം മേടിച്ചു എനിക്ക് തോന്നുന്നുണ്ടോ? കോര അടുത്ത സിനിമയുണ്ട് നമ്മൾ ചെയ്യുന്നു പോലെ കോരയെ വിളിച്ചത്. ശീതളിനോട് അത് വളരെ മറന്നുപോയായിരുന്നു. ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ. അല്ല ഇനിഷ്യലാണെങ്കിലും ടെക്നിക്കൽ കോസ്റ്റ് എല്ലാം നമ്മൾ മാക്സിമം. പക്ഷെ എനിക്ക് തോന്നുന്നത് റെലവെന്റ് ആണെന്ന് തോന്നുന്നു. അതായത് ഒരുപാട് പേര് ഇങ്ങനെ സിനിമയും ഷോർട്ട് ഫിലിമും ആഗ്രഹിക്കുമ്പോൾ എത്ര രൂപയാവും ചെയ്യാൻ, ഇതിന്റെ റിസോഴ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇത് എങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പോലും തുടക്കത്തിൽ ആലോചിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ഇത്രയും ചെലവാക്കൊന്നും ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ ചെലവ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ ചെലവ് ചുരുക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം വേറൊരു പ്രൊഡ്യൂസ് വരുമ്പോൾ നമ്മൾ ഒത്തിരി ലിമിറ്റേഷൻ നമുക്ക് അപ്പൊ ഇത് നമ്മുടെ കൺട്രോളിലാണല്ലോ വളരെ ചെറുത്. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു നോ പറയാൻ ആരുമില്ല. അത് ആക്ച്വലി ഒരു പ്രശ്നമാണ്. ഇത് വേണോ ആയിക്കോട്ടെ 2 പേരോട് 20,000 കടം ചോദിക്കുന്നു, അപ്പൊ തന്നെ ആ പരിപാടി സോർട്ടായി. അപ്പം അങ്ങനെ ആക്ച്വലി നമ്മൾ ഒരു ഇതുകൂടെ വന്നാൽ കാരണം വൺസ് മെയ്ഡ് ഇറ്റ്സ് ഫോർ എവർ എന്നുള്ളൊരു കോൺഷ്യസ് ഉള്ളതുകൊണ്ട് ഈ പാർട്ടിനോ ആക്ച്വലി നമ്മൾ ഓരോ ഓപ്ഷൻ നോക്കുമ്പോൾ ഓക്കെ ലെറ്റ് ഇറ്റ് ബി ദ ബെസ്റ്റ്, ഇതിന് ഇത് ബെസ്റ്റ് കൊടുത്തേക്കാം. അങ്ങനെയാണ് ഓരോന്ന് എത്തിയപ്പോൾ ഫൈനലി ഈ ഒരു അമൗണ്ടിലോട്ട് എത്തിയത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ. എത്ര കടമുണ്ട് ഇപ്പം? അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു 5 ലക്ഷത്തിൽ കൂടുതലില്ലാന്ന് വേണമെങ്കിൽ പറയാം. 5 ലക്ഷം താഴെ. അല്ല അതും ഒരു പേഴ്സണൽ ലോൺ എടുത്താൽ തീരുന്ന പ്രശ്നമല്ല. അത്രല്ല എല്ലാവരും റോഡിങ്ങിലാണ്. ഇപ്പൊ എന്റെ വർക്ക്സ് ഇതിന്റെ ഇടയ്ക്കും ഡബിങ്ങിന് ഇടയ്ക്കൊക്കെ മച്ചാ 2 ദിവസം ഷൂട്ട് ഉണ്ട് അതൊന്നും ചെയ്തിട്ട് വരാം. അപ്പൊ ഡബിങ് കോസ്റ്റ് നമുക്ക് തരും. അപ്പൊ ഇതിന്റെ ഇടയിൽ വർക്ക് നമ്മൾ പിടിക്കുന്നതുകൊണ്ട് തന്നെ അത് സൈക്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു അൺഎക്സ്പെക്ടഡ് അമൗണ്ട്സ് വരുമ്പോഴാണ് നമ്മൾ കാല് പിടിക്കേണ്ടി വരുന്നത്. ഇതിൽ ഈ ഡിറക്ഷനും സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ്ങോട് ഒരുമിച്ച് ചെയ്യുമ്പം നോർമലി ഈ ചില ഡയറക്ടേഴ്സ് എഡിറ്റിംഗ് ടേബിളിലോട്ട് ഇരുന്ന് കഴിയുമ്പോൾ ചില ഷോർട്സ് ഒക്കെ കട്ട് ചെയ്യുന്നതിന്റെ ഒരു വേദന ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് തന്നെ ഇരുന്നത്. ഒന്ന് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മാക്സിമം റിവ്യൂസ് എടുക്കും. ഇതിപ്പോ ഞാൻ എഡിറ്റ് ചെയ്തെങ്കിലും എനിക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ എഡിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരോട് പേഴ്സണലി തന്നെ ഞാൻ ചോദിക്കും. അപ്പൊ അവരുടെ റിവ്യൂസ് എടുക്കും. ഇത് ഡയറക്ട് ചെയ്ത ഇത് ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ റിവ്യൂസ് എടുക്കുമ്പോൾ എന്റെ ഡിസിഷൻസിൽ എന്തെങ്കിലും പാലിച്ചുണ്ടെങ്കിൽ അവരുടെ ഡിസിഷൻ ഉറപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഒരു ഫൈനൽ ഔട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഒരു സീൻ ചില സീനൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ സീൻ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും എനിക്കത് ഒരിക്കലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നണം. എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്ട്രിക്ട്ലി ആ ഒരു റോൾ മാത്രം നമ്മൾ നിന്നിട്ട് പോയോ അതെന്തായാലും ഷൂട്ട് ചെയ്തല്ലേ കുത്തി കയറ്റാമെന്ന് ആ കഫേ സീൻ മൊത്തത്തിൽ നമ്മളെ സീനായിട്ട് തന്നെ ഇവര് നമ്മൾ വിചാരിക്കുമോ ഇവര് പരിചയപ്പെടുന്ന കുറച്ചുകൂടെ വേണം. പക്ഷെ നമ്മള് ചില സാധനങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ പരിചയം ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. നജൂസിന് ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. ഭയങ്കര ഓപ്പൺ ടു സജഷൻ ആണ്. നജൂസിന്റെ ആ ഫ്രണ്ട് സർക്കിളും എല്ലാം കുറെ സിനിമാക്കാരുണ്ട്. അവരെല്ലാവരുമായിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു അത് ഭയങ്കര നല്ലതായിരിക്കും. ഓരോ നമ്മൾ ചിന്തിക്കാത്ത ഒരു ഇൻപുട്ട് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ദാറ്റ്സ് ഫോർ ദ പ്രൊജക്ട്. അപ്പം അവിടെ നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഉറപ്പായിട്ട് പോകും ദിസ് ഇസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പ്രൊജക്ട് എന്ന് വിചാരിച്ചാൽ ഓൾവേസ് യു ഗെറ്റ് ബെറ്റർ പ്രോജക്ട്സ് ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പൊ ബംബ്ലിങ് ഓക്കെ എല്ലാരും അപ്പൊ എന്തായാലും ബംബ്ലിങ് ഇപ്പൊ യൂട്യൂബില് സ്ട്രീമിംഗ് ആണ്. ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ചാനല് ഇതൊക്കെ പറയാം അല്ലേ? സീരിയസ് ആയോ എന്നൊരു സംശയമില്ല. ഓക്കെ സോ ബംബ്ലിങ് എന്തായാലും ഇപ്പം ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ് യൂട്യൂബ് ചാനൽ റിലീസ് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പം റോം കോം ജോണിൽ തന്നെ ഇപ്പൊ ഡേറ്റിംഗ് ആപ്പിൽ റിവോൾവ് ചെയ്ത കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വർക്കാണ്. അപ്പം എല്ലാവരും എന്തായാലും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഓഡിയൻസിനോട്? ഇത്
കുഞ്ഞൊരു എന്താ പറയുക സ്റ്റോറിയാണ്, പക്ഷെ യു ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും ഒബ്വിയസ്ലി അല്ലേ. ഇറ്റ്സ് വെരി ക്യൂട്ട് ഷോർട്ട് ഫിലിം. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. സോ ഡു വാച്ച് ബബ്ലിംഗ്. ഇല്ല, എനിക്ക് ഫസ്റ്റ് കഥ കേൾക്കുമ്പോൾ തോന്നിയത് തന്നെയാണ് ഇത് ഔട്ട് വന്നപ്പോഴും തോന്നിയത്. അതായത് ഭയങ്കര ക്യൂട്ട്, ഒരു ചെറിയ ഇന്നത്തെ ജെൻസിയൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല ഒരു ബ്രീസി അരമണിക്കൂർ പോകുന്ന അറിയാത്തൊരു ടൈപ്പ് ഒരു വാച്ചാണ്. അപ്പം എന്തുകൊണ്ടും ഒരു നഷ്ടം വരാനില്ല ബബ്ലിംഗ് എന്ന ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം, കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഇനിയും കൂടുതൽ കൂടുതൽ വ്യൂസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ബംബ്ലിങ്ങയുടെ ചാപ്റ്റർ 2 ഇനി വരട്ടെ. പ്രൊഡ്യൂസേഴ്സും വരട്ടെ, പുതിയ പ്രൊഡ്യൂസേഴ്സ് വരട്ടെ. യെസ്, എല്ലാം അതിനെ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത ഇന്റർവ്യൂവിൽ എന്റെ സൗണ്ട് ശരിയാക്കിയിട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഇന്റർവ്യൂ അന്നും എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു, ഇന്നും എനിക്ക് സൗണ്ട് ഇല്ല. കുറ്റം എന്റെ ആണെന്നാണ് ഞാനിങ്ങനെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വരും, പക്ഷെ സൗണ്ട് ഉണ്ടാവില്ല. അടുത്തത് ഞാൻ സൗണ്ട് റെഡി ആക്കിയിട്ടിരിക്കാം. യെസ്, അപ്പം ഈ പറഞ്ഞ പോലെ ഡയറക്ഷനും ആക്ടിങ്ങും റൈറ്റിങ്ങും എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. ഞാൻ ചെയ്തതിൻ്റെയും കുറെ മൂവീസും നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവട്ടെ. ആൻഡ് ആസ് ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, പിന്നെന്താ നന്ദി, നമസ്കാരം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.